ദിവ്യബലിക്ക് ശേഷമുള്ള പ്രാർത്ഥന. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞാൻ പാപിയും അയോഗ്യനുമായ ദാസനായിരുന്നിട്ടും എൻ്റെ യോഗ്യത കൊണ്ടല്ല പിന്നെയോ അവിടുത്തെ കാരുണ്യ വായ്പ ഒന്നുകൊണ്ട് മാത്രം അങ്ങേ തിരുക്കുമാരനായ ഞങ്ങളുടെ കർത്താവ് ശിമിശിഹായുടെ അമൂല്യമായ തിരുശരീര രക്തങ്ങൾ കൊണ്ട് എന്നെ അങ്ങ് പോഷിപ്പിച്ചു. ഈ ദിവ്യകാരുണ്യ സ്വീകരണം എന്നെ നിത്യവിധിക്കും ശിക്ഷയ്ക്കും പാത്രമാക്കാതെ പാപപ്രതിയും നിത്യരക്ഷയും എനിക്ക് ലഭിക്കാനിടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ദിവ്യകാരുണ്യ സ്വീകരണം വിശ്വാസത്തിൻ്റെ രക്ഷാകവചവും സന്മനസ്സിൻ്റെ പരിചയവുമായിരിക്കട്ടെ. അത് എന്നെ അധർമ്മ മാർഗങ്ങളിൽ നിന്ന് വിശുദ്ധീകരിക്കുകയും തിന്മ നിറഞ്ഞ എൻ്റെ ആസക്തികൾക്ക് അറുതി വരുത്തുകയും ചെയ്യുമാറാകട്ടെ. അത് ദൈവസ്നേഹവും ക്ഷമയും വിനയവും വിധേയത്വവും പ്രാപിച്ചു തരികയും സൽപ്രവൃത്തികൾ ചെയ്യുന്നതിനുള്ള കഴിവിൽ എന്നെ വളർത്തുകയും ചെയ്യുമാറാകട്ടെ. ദൃശ്യവും അദൃശ്യവുമായ എൻ്റെ എല്ലാവിധ ശത്രുക്കൾക്കും എതിരെ നിൽക്കുന്ന ഉറപ്പേറിയ പ്രതിരോധമായി വർത്തിക്കുകയും ശാരീരികവും ആധ്യാത്മികവുമായ തിന്മ നിറഞ്ഞ എല്ലാവിധ വിചാരങ്ങളെയും പരിപൂർണമായി ശമിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ഈ സ്വീകരണം ഏകസത്യദൈവമായ അങ്ങയോട് എന്നെ കൂടുതൽ ദൃഢമായി ഐക്യപ്പെടുത്തുകയും മൃത്യുവിൽ കൂടെ അങ്ങയോടുകൂടെയുള്ള നിത്യസൗഭാഗ്യത്തിലേക്ക് സുരക്ഷിതമായി നയിക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയുടെ പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ സത്യവും പൂർണ്ണവുമായ പ്രകാശവും മുഴുവൻ പൂർത്തീകരണവും നിത്യാനന്ദവുമായ അങ്ങ് വാഴുന്ന സ്വർഗീയ വിരുന്നിലേക്ക് ഈ പാപിയെ കൂടി നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അന്ത്യമില്ലാത്ത ആനന്ദമേ, അങ്ങേ വിശുദ്ധർക്ക് പരിപൂർണ സന്തോഷമായുള്ള ദൈവമേ, കർത്താവായ ക്രിസ്തു വഴി ഞാൻ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.